ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിലാർക്കും തർക്കമുണ്ടാകില്ല. മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും അക്കാര്യം ആവർത്തിച്ച് പറയാറുമുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ, പിന്നോക്ക വിഭാഗക്കാരുടെ അവകാശങ്ങൾ ഇതെല്ലാം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത്. അതിനെ ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടുമില്ല. പലരും മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എന്ന് പറയുമ്പോഴും പൊതുസമൂഹം അത് അംഗീകരിച്ചിട്ടില്ല. വർഗീയതയെ, പ്രത്യേകിച്ച് മുസ്ലിം വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കുന്നതിൽ നിർണായക നിലപാടുകൾ പല ഘട്ടത്തിലും സ്വീകരിച്ച പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. പക്ഷേ മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്. അതോടൊപ്പം തന്നെ ഫാസിസത്തിനെതിരെ, ഹിന്ദു വർഗീയതയ്ക്കെതിരെ, സംഘപരിവാറിന്റെ നിലപാടുകൾക്കെതിരെ നിലകൊള്ളുന്ന പാർട്ടി, അത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടി, അതും മുസ്ലിം ലീഗിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് UDF-ലാണ്. UDF ആണ് കേരളം ഭരിക്കുന്നത്. കോൺഗ്രസ് ആണ് മുന്നണിയെ നയിക്കുന്നത്. VD സതീശനാണ് കോൺഗ്രസ് നേതാവാണ് മുഖ്യമന്ത്രി. എന്നാൽ ഇന്ന് കേരളത്തിൽ UDF നടപ്പാക്കുന്ന നയങ്ങൾ മുഴുവൻ BJPയുടെ നയങ്ങളാകുന്നു. എങ്ങനെ മുസ്ലിം ലീഗിന് UDF-ൽ തുടരാൻ കഴിയും? മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നിലപാടുകൾ ത്യജിക്കാൻ, അവഗണിക്കാൻ കഴിയുമോ മുസ്ലിം ലീഗിന്? മന്ത്രിസ്ഥാനം മാത്രമാണോ മുസ്ലിം ലീഗിൻ്റെ ലക്ഷ്യം? അതും BJPയുടെ സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പാക്കിക്കൊണ്ട്. KM ഷാജി തീപ്പൊരിയാണ് മുസ്ലിം ലീഗിലെ. അദ്ദേഹം പറഞ്ഞത് ഓർമ്മയുണ്ട്, എംബ്ലം പതിക്കുന്നതിൽ എന്താണ് തെറ്റ് വീടുകൾക്ക് എന്ന്. PMC നടപ്പാക്കാൻ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയാണ്. നാം ആലോചിച്ച് നോക്കണം, മുസ്ലിം ലീഗ് എവിടെ എത്തി നിൽക്കുന്നു, എങ്ങോട്ടാണ് പോകുന്നത് എന്ന്. മുസ്ലിം ലീഗിന് താത്വികമായ നിർദ്ദേശങ്ങൾ നൽകുന്ന, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ ആശയപരമായി നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അവർ ഇടയ്ക്കിടയ്ക്ക് ചിലതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി മുസ്ലിം ലീഗിനോടൊപ്പം തന്നെയാണ്, UDF-നോടൊപ്പം തന്നെയാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ മുസ്ലിം ലീഗ്, അതിലേക്ക് ജമാഅത്തെ ഇസ്ലാമി എങ്ങനെ ഇതൊക്കെ സഹിക്കുന്നു എന്നതാണ് വലിയ ചോദ്യം. ഏറ്റവും ഒടുവിൽ ഇതാ തീരുമാനം വന്നിരിക്കുന്നു. വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനം മരവിപ്പിച്ചിരിക്കുന്നു. വഖഫ് ബോർഡ് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവരുടെ ജീവവായുവാണ്. ആ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനമാണ് ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു, അഡ്വക്കേറ്റ് ജനറൽ രാജു ബാബു പറഞ്ഞിരിക്കുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമമനുസരിച്ച് വഖഫ് ബോർഡിനെ പുനഃസംഘടിപ്പിക്കാം എന്ന്. UDF-ൻ്റെ നിലപാടാണോ? മുസ്ലിം ലീഗ് അതിനെ പിന്തുണക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഒരക്ഷരം പറയാത്തത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഒരക്ഷരം പറയാത്തത്? അനുകൂലിക്കുന്നുണ്ടെങ്കിൽ 2 അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. BJPയുടെ നേതാവ് കൊടുത്ത പരാതിയിൽ, അതേ BJPയുടെ നേതാവിൻ്റെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു, അതിന് പിന്തുണ കൊടുക്കുന്നു UDF-ൻ്റെ അഭിഭാഷകൻ. UDF-ൻ്റെ നിലപാടാണോ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? സർക്കാരിൻ്റെ നിലപാടാണോ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? വിശദീകരിക്കണ്ടേ? മുഖ്യമന്ത്രി വിശദീകരിക്കണ്ടേ? നിയമവകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. മുസ്ലിം ലീഗ് UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മുസ്ലിം ലീഗില്ലെങ്കിൽ UDF ഇല്ല. ഇപ്പോൾ പക്ഷേ മുസ്ലിം ലീഗിനെ ആവശ്യമില്ല. കാരണം മുസ്ലിം ലീഗ് വിട്ടുപോയാലും സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടാകും. അതുകൊണ്ട് മുസ്ലിം ലീഗിനെ വിരട്ടി നിർത്താം, അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് പറയുന്നത് അവഗണിച്ച് പോകാം എന്നാണ് കോൺഗ്രസ് ധരിക്കുന്നത്. VD സതീശൻ അതിന് നേതൃത്വം കൊടുക്കുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗ് ശക്തമായ നിലപാടെടുത്ത് പുറത്തേക്ക് വരേണ്ട സമയമായി. മുന്നണി വിടണമെന്നോ സർക്കാരിനെ താഴെ ഇറക്കണോ എന്നതല്ല, അത് രണ്ടാമത്തെ വിഷയമാണ്. പക്ഷേ നിലപാട് പറയണ്ടേ? വഖഫ് ബോർഡ് പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയത്തിൽ നിലപാട് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് പറയുന്നില്ല? ഇപ്പോഴിതാ പുതിയ വാർത്ത വന്നിരിക്കുന്നു. മുസ്ലിം ലീഗ് മന്ത്രിമാരുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ. അത് നയപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണോ എന്നറിയില്ല. പുറത്തു വന്ന വാർത്തയനുസരിച്ച് നയപരമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനല്ല, നിയമനങ്ങളെ സംബന്ധിച്ചുള്ള അസംതൃപ്തി യൂത്ത് ലീഗിനും MSF-നും ഉണ്ട്, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നാണ്. നയപരമായ നിലപാട്, PMC-യോടുള്ള നിലപാട്, PM ആവാസ് യോജനയോടുള്ള നിലപാട്, ഇപ്പോൾ വഖഫ് ബോർഡിൽ സർക്കാർ എടുത്ത തീരുമാനത്തിനോടുള്ള നിലപാട്, ഇതെല്ലാം പറയണ്ടേ മുസ്ലിം ലീഗ്? എന്തുകൊണ്ട് പറയുന്നില്ല? അതോടൊപ്പം തന്നെ ഗവൺമെൻറ് പ്രീഡർ നിയമനങ്ങളിൽ ABVP-ക്കാർക്ക്, സംഘപരിവാറുകാർക്ക് വലിയ പ്രാധാന്യം ലഭിക്കുന്നു. ശബരിമല അഭിഭാഷകനായി സംഘപരിവാറുകാരനെ നിയമിക്കുന്നു.
സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ അഭിഭാഷകനെ തന്നെ നിയമിക്കുന്നു. വിവാദമാകുമ്പോൾ ഉത്തരവ് തിരുത്തേണ്ടി വരുന്നു. രാജു ബാബു അഡ്വക്കേറ്റ് ജനറൽ മുൻ ഗവർണറുടെ നിയമോപദേഷ്ടാവായിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നു. അദ്ദേഹത്തെ അഡ്വക്കേറ്റ് ജനറലാക്കുന്നു. ഗവർണർ നേരിട്ട് വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നു. സർവകലാശാലകളിൽ സംഘപരിവാറുകാരെ BJPയുടെ നേതാക്കളെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. സിൻഡിക്കേറ്റിലേക്ക് നിർദ്ദേശിക്കുന്നു സംഘപരിവാറുകാരെ. ഒരക്ഷരം മിണ്ടുന്നില്ല മുസ്ലിം ലീഗ്, ഒരക്ഷരം പറയുന്നില്ല മുസ്ലിം ലീഗ്. ഇങ്ങനെ എത്ര കാലം മുസ്ലിം ലീഗിന് തുടരാൻ കഴിയും? UDFൽ പ്രതിഷേധിക്കാതെ അതെല്ലാം ഞങ്ങൾ UDFൽ പറഞ്ഞുകൊള്ളാം എന്നാണോ പറയുന്നത്? അപ്പോൾ അണികളോട് പറയണ്ടേ എന്തുകൊണ്ടാണ് UDFൽ ഞങ്ങൾ തുടരുന്നത്, എന്തുകൊണ്ടാണ് ഈ സർക്കാരിൽ തുടരുന്നത്, എന്തുകൊണ്ടാണ് VD സതീശന് പിന്തുണ കൊടുക്കുന്നത് എന്ന്? VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച വിഭാഗമാണ്. അവസാനം മുഖ്യമന്ത്രി ആകില്ല VD സതീശൻ. UDFനെ ജയിപ്പിക്കാൻ അധ്വാനിച്ച് ജയിപ്പിച്ചു. VD സതീശൻ മുഖ്യമന്ത്രി ആകില്ല എന്ന ഘട്ടം വന്നപ്പോൾ VD സതീശന് വേണ്ടി ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തിയ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉണ്ട് കേരളത്തിൽ. അദ്ദേഹവും മിണ്ടുന്നില്ല. വഖഫ് ബോർഡ് BJPയുടെ നയമനുസരിച്ച് പുനഃസംഘടിപ്പിക്കണം എന്നാണോ മുസ്ലിം ലീഗിന്റെ നിലപാട്? പറയണ്ടേ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ അണികൾ ചോദിച്ചു തുടങ്ങും. ഒരു സംശയവും വേണ്ട, അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.